എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിതാ ആഗസ്റ്റ് 15 നമ്മുടെ ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനമാണല്ലേ. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലേ ഇന്ന്. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനം അതുപോലെ ആഗസ്റ്റ് 15 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ഓർമ്മ വരിക എന്താ കൊടി ഉയർത്തണം, അതുപോലെ കുറേ മിഠായി കിട്ടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതായത് ചെറിയ കുട്ടിയിൽ കേട്ടോ, സനുവിൻ്റെയൊക്കെ പ്രായം ആ ടൈമിലൊക്കെ എന്താ സത്യം പറഞ്ഞാൽ ആഗസ്റ്റ് 15 എന്താണ്, സ്വാതന്ത്ര്യം എന്താണ്, അങ്ങനെ ഒന്നും അറിയാത്ത പ്രായത്തിൽ അപ്പോൾ എന്താ നമുക്ക് കുറേ മിഠായി വാങ്ങണം, പോയിട്ട് കൊടി ഉയർത്തണം, അങ്ങനത്തെ ഒരു ചിന്ത മാത്രമായിട്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണല്ലോ നമ്മൾ വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാതന്ത്ര്യദിനം എന്താണ്, അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ്സുകളിലല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഫുള്ള് മിഠായി വാങ്ങാൻ പോവുക, നഴ്സറിക്ക് പോവുക, അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും. ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്. പിന്നെ ആഗസ്റ്റ് 15 ആയിട്ടും സനുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരാഴ്ചയോളമായിട്ട് അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ട് പനിയും കഫക്കെട്ടൊക്കെ കാരണം ഏകദേശം ഒരാഴ്ച ആവാറായിട്ടുണ്ട്. എന്തായാലും ഇനി 2 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ആ ഒരു 2 ദിവസം കൂടി ലീവ് എടുത്ത് വീട്ടിലിരുന്നിട്ട് പിന്നെ ഈ തിങ്കളാഴ്ച മുതൽ വിടാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ഞാനിതാ കഞ്ഞിക്കൂർക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ചുമ. അപ്പോൾ ഞാൻ കഞ്ഞിക്കൂർക്കയും തുളസിയുടെ ഇലയും കൂട്ടിയിട്ട് പിഴിഞ്ഞിട്ട് അതിൽ ഞാനൊരു നുള്ളു പഞ്ചസാര അല്ല കേട്ടോ, മറ്റേ എന്താ പറയുക, ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു. ശർക്കരയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കാരണമാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ അസുഖമൊന്നും മാറാത്ത. കുഞ്ഞാറ്റയ്ക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിയും വേലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് മരുന്ന് കൊടുക്കാൻ. അതൊന്ന് വായിലേക്ക് എത്തുമ്പോഴേക്കും പകുതിയൊക്കെ പുറത്തേക്കായിരിക്കും. പിന്നെ ഇതാ അച്ഛൻ മാരിമംഗോന്ന് വരുമ്പോൾ മലരും ശർക്കരയും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയുടെ രാവിലത്തെ ഭക്ഷണം എന്താ പറയുക, ഈ മലരാന്ന് തന്നെ പറയട്ടെ. അവൾ നീച്ച് വന്നാൽ നേരെ ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്നും കൊണ്ടുവരാറുണ്ട് കേട്ടോ. ദേ 2 പേരും കൂടിയിട്ട് റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ വിചാരിക്കണേ. ഇവരിത് അമ്പലത്തേക്ക് പോകാനാണ് കേട്ടോ റെഡി ആവണത്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. അവിടെ മഹാവിഷ്ണു ആണ് കേട്ടോ പ്രതിഷ്ഠ. കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. ആഗസ്റ്റ് 15 നമ്മുടെ ഈ അമ്പലത്തിലൊരു പ്രതിഷ്ഠാ ദിനം. നമ്മുടെ 108 തേങ്ങ ഉപയോഗിച്ചിട്ട് മഹാഗണപതി ഹോമം പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിൽ നിന്നും അങ്ങനെ ഗണപതി ഹോമം പ്രസാദമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനാണ് കേട്ടോ അവർ പോണത്. സ്കൂളിലേക്ക് പോയില്ലെങ്കിൽ എന്താ, ഞങ്ങൾ ഞങ്ങളുടേതായ കൊടി ഉയർത്തലൊക്കെ വീട്ടിൽ നിന്നൊക്കെ നടത്തിയിട്ടാ. സനു കൊടി ഉയർത്തുന്നത് കണ്ടപ്പോൾ കുഞ്ഞാറ്റും ഭയങ്കര വാശി പിടിക്കലായിരുന്നു. അവൾക്കും കൊടി വേണമെന്ന് വേണ്ട. അപ്പോൾ 2 പേർക്കും കൊടിയൊക്കെ ഉയർത്തി ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ സനുവിനോട് ഒരു സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാടുന്നതായിരുന്നു കേട്ടോ കണ്ടായിരുന്നത്. ഞാനിത് കഴിഞ്ഞ വർഷമായിട്ട് അവൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട്, പക്ഷേ അവൾ പകുതിയോളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മയും സനുക്കുട്ടിയും കുഞ്ഞാറ്റിയും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് പോകുന്നത്. ഞാനിതാ വേറെ എവിടേക്കല്ല, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മഷ്റൂമിൻ്റെ ഒരു വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവർ നേരെ അമ്പലത്തേക്കും പോയി. ഞാനിതാ ചേലക്കരയ്ക്കാണ് കേട്ടോ. ചേലക്കരയാണ് നമ്മുടെ ഈ മഷ്റൂമിൻ്റെ ഈ പരിപാടി ഉള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിന് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായിട്ടുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ചെറുതുരുത്തി ലൈബ്രറിയിൽ വെച്ചിട്ട് ദേശീയ പതാകകൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. നമ്മളിതാ അപ്പം മഷ്റൂമിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്, കറക്റ്റ് ആഗസ്റ്റ് 15. നമുക്ക് ഈ മഷ്റൂം കൃഷിയൊക്കെ ചകിരിച്ചോറിൽ അതുപോലെ വൈക്കോലിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ നാടൻ രീതി. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ പെല്ലറ്റ്. ഈ പെല്ലറ്റ് കറക്റ്റ് അളവിലും ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് 2ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ആഗസ്റ്റ് 14 കേട്ടോ ഇത് നമ്മൾ പെല്ലറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കണത്. അപ്പോൾ അത് ആഗസ്റ്റ് 15 ഇന്നാണ് കേട്ടോ നമ്മളതിൽ വിത്തിടാൻ പോകുന്നത്. ഇതാണ് വിത്തിൻ്റെ പാക്കറ്റ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈടെക് അഗ്രികൾച്ചർ ഫാം.
അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് തന്നെ. അപ്പോൾ ദാ ഇന്ന് നല്ലൊരു ദിവസമാണ്, ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വിത്ത് ഇട്ടിട്ട് ഒക്കെ സെറ്റാക്കാൻ തുടങ്ങിയൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഈ വിത്തും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് നമ്മൾ അതിൽ വല്ലാണ്ട് കെയറിങ് ആവശ്യമില്ല കേട്ടോ. അതിന് ശേഷമാണ് കൂടുതലായിട്ട് നമ്മളതിൽ കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇന്നിതാ ഇത്രത്തോളം ബെഡാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മഷ്റൂം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ മഷ്റൂം ഉണ്ടാവണമെങ്കിൽ ഭയങ്കര തണുപ്പ് വേണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണം ഏകദേശം ഉച്ച നേരം വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ നേരം വരെ നമ്മുടെ വർക്കും പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഞാൻ വന്നപ്പോഴേക്കും ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം, അട, പിന്നെന്താ അവിൽ നനച്ചിട്ട് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെയ്യിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ എന്താ പറയുക, ഫുള്ള് നെയ്യിൻ്റെ മണമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വന്ന ഉടനെ അതന്നെയാണ് കേട്ടോ കഴിക്കായിരുന്നത്. ഞാൻ വന്നപ്പോൾ അതാ 2 പേരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. വരുമ്പോൾ ഞാനിതേ പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ സോയാബീൻ കറിയാണ് വെച്ചത്. അപ്പോൾ അതും അതുപോലെ കുറച്ച് കൂനിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതാ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ആഗസ്റ്റ് 15 എന്നൊരു സ്വാതന്ത്ര്യ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ.